തളിപ്പറമ്പ് നാടുകാണിയിലെ 250 ഏക്കർ സർക്കാർ കറുവപ്പട്ട തോട്ടം നശിപ്പിച്ച് 100 കോടിയുടെ സഫാരി പാർക്ക് സ്ഥാപിക്കാനുള്ള നീക്കമാണ് നടത്തുന്നതെന്ന് കറുവപ്പട്ട കർഷകനും വ്യാജ കറുവപ്പട്ടയ്ക്കെതിരെ നിയമ പോരാട്ടം നടത്തുന്ന ലിയനാർഡ് ജോൺ. ഒറിജിനൽ കറുവപ്പട്ടയുടെ കൃഷിയിലൂടെ വിപണിയിൽ ശുദ്ധമായ ആയുർവേദ മരുന്നും കറുവപ്പട്ടയും ലഭ്യമാക്കുന്ന പദ്ധതി അവതരിപ്പിക്കാതെ സർക്കാർ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും ലിയനാർഡ് ജോൺ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഒറിജിനൽ കറുവപ്പട്ടയുടെ കൃഷിയിലൂടെ വിപണിയിൽ ശുദ്ധമായ ആയുർവേദ മരുന്നും ശുദ്ധമായ കറുവപ്പട്ടയും ലഭ്യമാക്കുന്ന പദ്ധതി നടപ്പിലാക്കാതെ സർക്കാർ ജനങ്ങളോട് അനീതിയാണ് കാണിക്കുന്നത്. ഇതിന് പിന്നിൽ വൻ അഴിമതിയാണ് ലക്ഷ്യമെന്നും ലിയനാർഡ് പറഞ്ഞു. സഫാരി പാർക്കിനായി ആകെ 5 മുതൽ 10 കോടി മതിയാവും. ഒറിജിനൽ കറുവപ്പട്ട ഉൽപ്പാദിപ്പിക്കാൻ 1 കിലോഗ്രാമിന് 1100 രൂപ ചിലവ് വരും. പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ നിന്ന് ഔഷധിക്കും ആയുർവേദ കമ്പനികൾക്കുമായി കിലോഗ്രാമിന് 1300 രൂപ നിരക്കിൽ കറുവപ്പട്ട വിൽക്കാവുന്നതാണ്. 450ഓളം ആയുർവേദ മരുന്നാണ് ഔഷധി മാത്രം വിപണിയിൽ ഇറക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ഔഷധിക്ക് എതിരെ ഞാൻ കേസ് കൊടുത്തായിരുന്നു. നിങ്ങൾക്ക് അറിയുന്ന പോലെ ഒരു 4 വർഷം മുമ്പേ ഹൈക്കോടതി കേസുണ്ട്. അത് ഹൈക്കോടതി വിധി പ്രകാരം അത് ചീഫ് ജസ്റ്റിസിൻ്റെ വിധിയാണ്. അത് പ്രകാരം അവർ ഓരോ മരുന്നും 450 മരുന്ന് ഇറക്കുന്നതിൻ്റെ അകത്ത് ഓരോ മരുന്നും GCMS ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യണം. കറുവപ്പട്ടയ്ക്ക് വരെ ഗ്യാസ് ഉപയോഗിക്കാൻ പാടില്ല, അതേപോലെ കീടനാശിനി പാടില്ല. അവരുടെ മരുന്നുകളൊക്കെ യൂറോപ്പിൽ ഒക്കെ നിരോധിച്ചിരിക്കുകയാണ്. അതൊക്കെ പഴയ രീതിക്ക് ആക്കണം എന്നുള്ളത് പറഞ്ഞിട്ടാണ് ഓർഡർ. ഇപ്പോൾ നിങ്ങൾക്കറിയുന്ന പോലെ ഈ ഔഷധിക്ക് 60% ആയുർവേദ മരുന്നിൻ്റെ അകത്തും 450 മരുന്നിൻ്റെ അകത്ത് ഈ കറുവപ്പട്ട വേണം. അപ്പോൾ ഈ കറുവപ്പട്ട നമ്മളെ ഫുള്ളായിട്ട് നമ്മളൊക്കെ പ്ലാന്റേഷൻ കോർപ്പറേഷന് സപ്ലൈ ചെയ്യാൻ പറ്റും. 2 ഗവൺമെൻറ് സ്ഥാപനമാണ്. അപ്പോൾ എനിക്കൊരു കിലോ കറുവപ്പട്ട ഉണ്ടാക്കാനായിട്ട് ഇന്ന് എനിക്ക് ചിലവ് വന്നിരിക്കുന്നത് 1100 രൂപ ചിലവാണ്. ഇവരിപ്പം വിൽക്കുന്നത് വെറും 800 രൂപയ്ക്കാണ്. അത് 1300 രൂപയ്ക്ക് മുഴുവനായിട്ട് അവരുണ്ടാക്കുന്ന സാധനം മുഴുവൻ ഔഷധി മേടിക്കുകയാണെങ്കിൽ ഇന്ന് ഇവിടെ ഒരു 100 കോടി ഉറുപ്പിക ചിലവാക്കിയിട്ട് 40 മുകളിൽ തൊഴിലാളിക്ക് ജോലി നഷ്ടപ്പെടും. അതേപോലെ തന്നെ നല്ല മരുന്ന് വിഷമില്ലാത്ത കലർപ്പില്ലാത്ത മരുന്ന് 100% ഔഷധിക്ക് കൊടുക്കാൻ സാധിക്കുകയും ചെയ്യും. ഹൈക്കോടതി ഓർഡർ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇതൊന്നും ചെയ്യാതെയാണ് ഇവർ ഇപ്പം ഇവിടെ സൂ കൊണ്ടുവരാൻ പോകുന്നത്. ഔഷധി ഉപയോഗിക്കുന്നത് ഒറിജിനൽ കറുവപ്പട്ടയാണോ എന്ന് സംശയമാണ്. ഇത് വ്യക്തമാകണമെങ്കിൽ ടെസ്റ്റ് റിപ്പോർട്ട് ലഭിക്കണം. അത് എവിടെയും ലഭ്യമല്ല എന്നും ലിയനാർഡ് കൂട്ടിച്ചേർത്തു. ആയുർവേദ മരുന്നിലെ പ്രധാന ഘടകമായ കറുവപ്പട്ട ലഭ്യമാകാതെ ഔഷധി അടക്കമുള്ള കമ്പനികൾ വ്യാജ കറുവപ്പട്ടയായ കാസിയ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പരിശോധനയോ നടപടികളോ ഇല്ലെന്നും ലിയനാർഡ് ജോൺ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്.